ഹായ് ഗൈസ്, വെൽക്കം ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിന് പലവട്ടവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഒരു വലിയ പാഠമാണ് അല്ലെ, ഒരു ചാപ്റ്റർ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നുണ്ട്. എന്നാൽ അത്രയും ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. സാധാരണയായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇടുന്നത് കേട്ടോ ഈ വീഡിയോയില്. ഫ്രം മഗധ ടു താനേശ്വർ ആണ് ചാപ്റ്ററിന്റെ പേര് അല്ലെ. ഇതില് എക്സാമിന് ആദ്യം ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. ചിലപ്പോൾ 1 മാർക്ക് മാറി 4 മാർക്കിനും ചോദിച്ചേക്കാം. ഓക്കെ, അതില് ആദ്യം പറയുന്നത് സപ്താംഗാസ് എന്നാണ്. സപ്താംഗാസ് 7 ലിംസിനെ പറ്റിയാണ് പറയുന്നത് കേട്ടാ. അതില് ആദ്യം പറയുന്നത് എന്താണ്? അമാത്യ. രണ്ടാമത്തെ ഇതാണ് കോസ, ദണ്ഡ, ദുർഗ, മിത്ര, ജനപദ, സ്വാമി. ഇതൊക്കെ എന്താണ് സംഭവം? എന്തൊക്കെയാണെന്നാ പറഞ്ഞേക്കണത്? സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കിങ്ങിനെയാണ് സ്വാമി എന്ന് പറയുന്നത്. ആരെയാണ് സ്വാമി എന്ന് പറയുന്നത്? രാജാവിനെയാണ് സ്വാമി എന്ന് പറയുന്നത്. അമാത്യ എന്ന് ഉദ്ദേശിക്കുന്നത് മിനിസ്റ്റേഴ്സ്, അവിടുത്തെ മന്ത്രിമാര, അതുപോലെ ഓഫീസിലുള്ള ആളുകള്, ഇവരെല്ലാമാണ് അമാത്യ എന്ന് പറയുന്നത്. കോസ എന്ന് പറയുന്നത് ടാക്സ് ആണ്, നികുതിയാണ് കോസ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദണ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജുഡീഷ്യറി, അവിടുത്തെ കോടതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദണ്ഡ. ദണ്ഡ ഒരുപാട് വട്ടം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ദണ്ഡ എന്ന് പറഞ്ഞാൽ എന്താണ്? കോടതിയാണ്. ദുർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമി, അവിടുത്തെ സൈനികരെ നമ്മൾ എന്തെന്ന് പറയണത്? ദുർഗ എന്ന് പറയുന്നത്. ഇനി മിത്ര, മിത്ര എന്ന് പറഞ്ഞാൽ അലൈ ആണ്. ഇനി ജനപദ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെറിട്ടറി, അതായത് ഒരു ഭൂപ്രകൃതിയെ സപ്താംഗാസിൽ നമ്മൾ പറയുന്ന പേര് എന്താണ്? ജനപദ എന്നാണ്. അപ്പൊ ഏതൊക്കെയാണ് സപ്താംഗാസ് അല്ലെങ്കിൽ 7 ലിംസ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? സ്വാമി, അമാത്യ, കോസ, ദണ്ഡ, ദുർഗ, മിത്ര, ജനപദ. സ്വാമി എന്ന് പറഞ്ഞാൽ കിങ്, അമാത്യ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ, കോസ എന്ന് പറഞ്ഞാൽ ടാക്സ്, ദണ്ഡ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറി, ദുർഗ എന്ന് പറഞ്ഞാൽ ആർമി, മിത്ര എന്ന് പറഞ്ഞാൽ അലൈ, ജനപദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറിട്ടറി. ടെറിട്ടറി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഭൂപ്രകൃതി അല്ലെങ്കിൽ ആ ഒരു ഭൂമിന്റെ അതിരിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെറിട്ടറി എന്ന് പറയുന്ന അതിരുകൾ കേട്ടോ. ഇനി നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് ബ്രോട്ട് മൗര്യ കിങ്ഡം ദ സ്റ്റാറ്റ്യൂസ് ഓഫ് ദി ഫസ്റ്റ് എംപയർ ഇൻ ഇന്ത്യ? അതായത് മൗര്യ കിങ്ഡം ആണ് ആദ്യത്തെ എംപയർ, സാമ്രാജ്യം എന്ന നിലയിൽ വളർന്നു വന്നത്. അത് എന്തുകൊണ്ടാണ്? മൗര്യ കിങ്ഡം ഫസ്റ്റ് എംപയർ ആയത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കിങ്ഡം എന്തായിരുന്നു? എക്സ്റ്റെൻസിവ്ലി ലാർജ് ആണ്. കിങ്ഡം എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? കുറച്ചും കൂടി വിസ്തൃതമാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഇവിടുത്തെ ഭരണം എന്തിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നു? രാജാവിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ മൗര്യൻ കിങ്ഡത്തിലെ മറ്റൊരു കാരണം എന്താണ് നമ്മൾ പറഞ്ഞേക്കുന്നത്? ഇവിടുത്തെ ഭരണം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആരെ കേന്ദ്രീകരിച്ചാണ്? രാജാവിനെ കേന്ദ്രീകരിച്ചാണ്. മൂന്നാമത്തെ കാര്യം പറയുന്നത്, യൂണിഫൈഡ് ആയിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേഷൻ ആണ് നടക്കുന്നത് കേട്ടോ. അതായത് ഈ സ്റ്റേറ്റിൽ മൊത്തം പല പല അഡ്മിനിസ്ട്രേഷൻ എല്ലാം എല്ലാവർക്കും കൂടി ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണ് നിലനിന്നിരുന്നത്. അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? എന്തൊക്കെ ഫാക്ടേഴ്സ് കൊണ്ടാണ് മൗര്യ കിങ്ഡം ഫസ്റ്റ് എംപയർ ആയിട്ട് മാറിയത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് എക്സ്റ്റെൻസിവ്ലി ലാർജ് ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, അഡ്മിനിസ്ട്രേഷൻ സെന്റർ ചെയ്തേക്കണ ആരിലാണെന്ന് പറഞ്ഞു? രാജാവിലാണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, യൂണിഫൈഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അശോകയും അശോകയുടെ ധാമയുമാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് അശോക ബുദ്ധിസത്തിലെ ഇൻസ്പയർ ആയിട്ട്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ബുദ്ധിസം എന്താണ്, ജൈനിസം ഒക്കെ എന്താന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതില് ബുദ്ധിസത്തിലെ ഇൻസ്പയർ ആയിട്ട് അശോക കൊണ്ടുവന്ന ഒന്നാണ് ധമ എന്ന് പറയുന്നത്. അതായത് ഈ ധമയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? വേരിയസ് റിലീജിയന്റെ, പലതരത്തിലുള്ള റിലീജിയന്റെ ഐഡിയാസ് എവിടെ കാണാൻ പറ്റും? ധമയിൽ കാണാൻ പറ്റും. അദ്ദേഹം പറയാണ്, അശോക പറയാണ്, രാജാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ആരെപ്പോലെയാണ് എന്നാണ് പറഞ്ഞേക്കണത്? ഒരു അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം പോലെയാണ് രാജാവും അവരുടെ ഇതേപോലെ ജനങ്ങളും തമ്മിലുള്ള ബന്ധം എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്? അശോക പറഞ്ഞേക്കണത്. അതേപോലെ അദ്ദേഹം പറഞ്ഞു വെച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്,
പണിഷ്മെന്റ് കുറയ്ക്കാൻ പറഞ്ഞേക്കാണ്. അതായത് ശിക്ഷാ നടപടികളെല്ലാം ലഘൂകരിച്ച് എങ്ങനത്തെ ലൈഫ് വേണമെന്നാ പറഞ്ഞേക്കണത്? സിമ്പിൾ ആയിട്ട് എളുപ്പമായിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ, വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ജീവിക്കാനാണ് ആര് പറഞ്ഞേക്കുന്നത്? അശോക പറഞ്ഞേക്കുന്നത്. അപ്പൊ അശോകയുടെ ധമ്മനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട കാര്യം, അശോക എന്ത് ഫോളോ ചെയ്തിട്ടുണ്ട്? ബുദ്ധിസം ഫോളോ ചെയ്ത് അദ്ദേഹം കൊണ്ടുവന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്നത് ധമ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറയേണ്ടത് എന്താണ്? ഒരുപാട് റിലീജിയന്റെ ഐഡിയാസ് നമുക്ക് എവിടെ കാണാൻ പറ്റും? ധമയിൽ കാണാനായിട്ട് സാധിക്കുന്നു. അതേപോലെ അദ്ദേഹം പറഞ്ഞത് രാജാവും അതുപോലെ തന്നെ ജനങ്ങളും തമ്മിലുള്ള ബന്ധം ആരെ പോലെയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്? ഒരച്ഛനും മകനും പോലെ, അല്ലെങ്കിൽ ഒരച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം എന്താണോ അതുപോലെയാണ് എന്നാണ് ആര് പറഞ്ഞു വെച്ചേക്കുന്നത്? അശോക ധമയിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി എന്താണ് ഈ ധമ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള മെയിൻ എയിം എന്താണ്? എന്ത് ലക്ഷ്യത്തിലായിരിക്കും അത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കണത്? ഒന്നാമത്തെ കാര്യം പറയുന്നത് ആളുകൾക്കിടയിൽ എന്തുണ്ടാക്കിയെടുക്കണം? യൂണിറ്റി, അതായത് എല്ലാവരും ഒന്നാണെന്നുള്ളൊരു ഭാവം ഉണ്ടാക്കിയെടുക്കുക. സമാധാനം, ഹാർമണി, ഐക്യം, ഇത് ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ തമ്മിൽ ഇത് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതായിരുന്നു എന്റെ മെയിൻ ധമയുടെ എയിം എന്ന് പറയുന്നത്. എന്തായിരുന്നു എയിം എന്ന് പറയുന്നത്? എന്ത് ഇൻസ്റ്റിൽ ചെയ്യണമെന്നാ പറഞ്ഞേക്കണത്? യൂണിറ്റി, പീസ്, ഹാർമണി. ഓക്കെ, എവിടെയാണ് ഇൻസ്റ്റോൾ ചെയ്യുന്നത്? ബ്രാഹ്മണാസും നോൺ ബ്രാഹ്മണാസിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരണം. എല്ലാവരും ഐക്യത്തോടെയും ഒത്തൊരുമയോടെയും സമാധാനത്തോടെയും ജീവിക്കണം എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു ധമ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, മിക്കപ്പോഴും എക്സാമിന് ചോദിച്ചു കണ്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഈ സമയത്ത് ഒരുപാട് നികുതികൾ ഇറക്കിയിട്ടുണ്ട്. ആ നികുതികൾ എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നികുതികളാണ്? അതില് ഒന്നാമത്തെ നികുതി എന്ന് പറഞ്ഞാൽ ഭാഗയാണ്. ഒന്നാമത്തെ നികുതിയുടെ പേരെന്താണ്? ഭാഗ. ഈ നികുതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ലാൻഡ്, അതായത് ലാൻഡിന് കൊടുക്കുന്ന ടാക്സിനെ വിളിച്ചിരുന്ന പേരാണ് ഭാഗ. രണ്ടാമത്തെ ബാലി. ബാലി എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും, അതായത് പഴവർഗ്ഗങ്ങൾക്കും അതുപോലെ തന്നെ ഫ്ലവേഴ്സ്, പൂക്കൾക്കും കൊടുക്കുന്ന ടാക്സ് ആണ് ബാലി. പിന്നെ നെക്സ്റ്റ് ഉദകഭാഗ. ഉദകഭാഗ എന്ന് പറഞ്ഞാല് വെള്ളത്തിന് കൊടുക്കുന്ന ടാക്സ് ആണെന്ന് പറയുന്നുണ്ട്. ശുൽക്ക. ശുൽക്ക എന്ന് പറഞ്ഞാൽ എന്തിനു കൊടുക്കുന്ന ടാക്സ് ആണ്? നമ്മൾ സാധനങ്ങളെ എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാല് കയറ്റുമതി ചെയ്യണതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു വസ്തു ഇറക്കുമതി ചെയ്യണതിനെ വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്? ഇമ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടാ. അപ്പൊ ഇതിന് നമ്മൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ആ ടാക്സിനെ വിളിക്കുന്ന പേരാണ് ശുൽക്ക എന്ന് പറയുന്നത്. അപ്പൊ ഭാഗ, ബാലി, ഉദകഭാഗ, ശുൽക്ക. ഭാഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡിന് കൊടുക്കുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് ഭാഗ. ഇനി അഥവാ ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനാണെങ്കിൽ അതിന് കൊടുക്കുന്ന ടാക്സിനെ വിളിക്കുന്ന പേര് ബാലി എന്നാണ്. നെക്സ്റ്റ് ഉദകഭാഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളത്തിന് കൊടുക്കുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് ഉദകഭാഗ. ശുൽക്ക എന്ന് പറഞ്ഞാല് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്, സാധനങ്ങള് കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും കൊടുക്കുന്നതിന് ടാക്സിനാണ് എന്ത് പറയുന്നത്? ശുൽക്ക എന്ന് പറയുന്നേ. ക്ലിയർ അല്ലേ ഇപ്പൊ ഇത്രയും? ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മെഗസ്താനീസിനനുസരിച്ച് ഒരു 7 സോഷ്യൽ ഡിവിഷൻ ഈ സമയത്ത് നിലനിന്നിരുന്നു. മെഗസ്താനീസ് പറയുന്നതനുസരിച്ച് എത്ര സോഷ്യൽ ഡിവിഷൻ നിലനിന്നിരുന്ന പറഞ്ഞത്? 7 സോഷ്യൽ ഡിവിഷൻ നിലനിന്നിരുന്നു. അർത്ഥശാസ്ത്രയില് സ്ലേവ്സുകളെ പറയുന്ന പേര് ദാസാസ് എന്നാണ്. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ദാസ എന്ന് പറഞ്ഞാൽ ആരാണ്? അർത്ഥശാസ്ത്രയില് സ്ലേവുകളെയാണ്, സ്ലേവുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അടിമകൾ അല്ലെ. ആ അടിമകളെയാണ് നമ്മൾ ഏത് പേരില് വിളിച്ചിരുന്നത്? ദാസ എന്ന് പറയുന്ന പേരില് വിളിച്ചിരുന്നത് കേട്ടാ. ഇതില് മെഗസ്താനീസില് പറഞ്ഞു വെച്ചേക്കുന്ന 7 സോഷ്യൽ ഡിവിഷൻസ് ആരൊക്കെയാണ്? ഫാർമേഴ്സ് ഉണ്ടായിട്ടുണ്ടാവും, ഫിലോസഫേഴ്സ് ഉണ്ട്, സോൾജിയേഴ്സ് പറയുന്നുണ്ട്, ഹണ്ടേഴ്സ് പറയുന്നുണ്ട്, ട്രേഡേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസൻസ് പറയുന്നുണ്ട്, മജിസ്ട്രേറ്റ് പറയുന്നുണ്ട്, കിങ് കൗൺസിലർ പറയുന്നുണ്ട്. മെഗസ്താനീസിലെ 7 സോഷ്യൽ ഡിവിഷൻസ് ഉണ്ടായിരുന്നു പറഞ്ഞു. അതേപോലെ തന്നെ ആ സമയത്തിൽ നിലനിന്നിരുന്ന സ്ലേവുകളെ വിളിക്കുന്ന പേരാണ് ദാസ എന്ന് പറഞ്ഞു. അതിൽ മെഗസ്താനീസ് പറഞ്ഞ ആരൊക്കെയാണ്? ഫാർമേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഫിലോസഫേഴ്സ് പറയുന്നുണ്ട്, സോൾജിയേഴ്സ് പറയുന്നുണ്ട്, ഹണ്ടേഴ്സ് പറയുന്നുണ്ട്, ട്രേഡേഴ്സ് ഉണ്ട്, പിന്നെ മജിസ്ട്രേറ്റ്സ് ഉണ്ട്, പിന്നെ ആരാണ്? രാജാക്കന്മാരുണ്ട്. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യക്ക് ആ സമയത്ത് റോമിലുള്ള ആളുകളുമായിട്ടൊക്കെ എന്തുണ്ടായിരുന്നു? കുറെ ബന്ധം ഉണ്ടായിരുന്നു. ആ ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു. ആ ട്രേഡ് റിലേഷൻ കാരണം ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഒരു ഫ്ലോ ചാർട്ട് പ്രകാരം അവതരിപ്പിക്കാൻ പറഞ്ഞാല് അവതരിപ്പിക്കേണ്ട ഇങ്ങനെയാണ്.
ഒന്നാമത്തെ ട്രേഡിൽ വളർച്ചയുണ്ട്. മറ്റു രാജ്യവുമായിട്ട് നമ്മൾ ട്രേഡിന് പോയപ്പോൾ ആ ട്രേഡിന് അവിടെ എന്തുണ്ടായെന്ന് പറയുന്നത് വളർച്ചയുണ്ടായി. ട്രേഡിന് വളർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ട്രാൻസാക്ട് ചെയ്യപ്പെടും? ട്രേഡ് അല്ലേ? ട്രേഡ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ എന്ത് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും? കോയിൻസ് അല്ലേ? കോയിൻസ്, നാണയങ്ങൾ ട്രാൻസാക്ട് ചെയ്യുന്നുണ്ട്. ആ കോയിൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ കോയിൻസ് ആണ്? റോമൻ ഗോൾഡ് കോയിൻസും സദാമഹന്മാരുടെ കോപ്പർ കോയിൻസും വരുന്നുണ്ട്. ഇനി കോയിൻസ് ഒക്കെ ട്രാൻസാക്ട് ചെയ്തു. അപ്പൊ അവിടെ എന്ത് എമർജ് ചെയ്യാൻ തുടങ്ങി? അവിടെ എന്ത് ഉത്ഭവിക്കാൻ തുടങ്ങി? ടൗൺസ് ഉത്ഭവിക്കാൻ തുടങ്ങി. ടൗൺസ് ഏതൊക്കെ ടൗൺസ് ആണ്? അമരാവതിയും നാഗാർജുനക്കൊണ്ടയും ആണ് ഉണ്ടായ ടൗൺസ് എന്ന് പറയുന്നത്. ഇനി ഒരുപാട് ഒക്യുപ്പേഷൻസും ആർട്ട് സെന്റേർഡ് ടൗൺസും എല്ലാം എമർജ് ചെയ്തു. ഏതൊക്കെ ഒക്യുപ്പേഷൻസ് ആണ്? ഏതൊക്കെ തൊഴിലുകളാണ് ഉണ്ടായത്? മെറ്റലർജിയും സിൽക്ക് ഇൻഡസ്ട്രീസ് ആണ്. ഇതെന്തിന് കാരണമായി? കുറെ ട്രേഡ് ഗ്രൂപ്പുകൾ, ട്രേഡ് ഭയങ്കരമായിട്ട് വ്യാപിച്ചു തുടങ്ങി അല്ലെ? അപ്പൊ വ്യാപിച്ചു തുടങ്ങിയപ്പോഴേ ചെറിയ ചെറിയ ട്രേഡ് ഗ്രൂപ്പുകൾ ഉണ്ടാവാൻ തുടങ്ങി. ആ ട്രേഡ് ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് ഗിൽഡ് എന്ന് പറയുന്നത് കേട്ടാ. ഈ ഗിൽഡുകളാണ് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷനെയും ഡിസ്ട്രിബ്യൂഷനെയും ഒക്കെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത് ഈ ഗിൽഡുകളാണ്. അപ്പൊ എന്താണ്? ഫോർമേഷൻ ഓഫ് ട്രേഡ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഗിൽഡ് എന്ന് പറയുന്നത്. ഈ ഗിൽഡ് ആണ് എന്തൊക്കെ കൺട്രോൾ ചെയ്യണത്? പ്രൊഡക്ഷൻ ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും എല്ലാം കൺട്രോൾ ചെയ്യണത് ഇവരാണ്. അപ്പൊ എന്തൊക്കെയാണ്? ഗ്രോത്ത് ഓഫ് ട്രേഡ് പറഞ്ഞു, കോയിൻസ് ട്രാൻസാക്ട് ചെയ്തു, അപ്പൊ അവിടെ ടൗൺസ് എമർജ് ചെയ്തു. ടൗൺസ് എമർജ് ചെയ്തപ്പോ അവിടെ എന്തൊക്കെ സ്റ്റാർട്ട് ചെയ്തു? പുതിയ പുതിയ ഒക്യുപ്പേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അത് കാരണം കുറെ ട്രേഡ് ഗ്രൂപ്പ്സ് ഫോം ചെയ്തു. ആ ട്രേഡ് ഗ്രൂപ്പ്സിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ഗിൽഡ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഗിൽഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാലഘട്ടമാണ് ഗുപ്ത പീരീഡ് എന്ന് പറയുന്നത്. ഗുപ്ത കാലഘട്ടം അല്ലെങ്കിൽ ഗുപ്ത പീരീഡ് എന്ന് പറയും. അതായത് കാളിദാസയാണ് ഗുപ്ത പീരീഡില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കാളിദാസ എന്ന് പറയുന്നത്. ഈ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു വരുന്നതാണ് കാളിദാസ. ഈ മൗര്യൻ എംപയറിന് ശേഷം ഗംഗറ്റിക് ലൈനില് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എംപയർ ആണ് ഗുപ്ത എംപയർ എന്ന് പറയുന്നത്. അതില് ആദ്യത്തെ ആളാണ് ഗുപ്ത എംപയറിലെ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ചന്ദ്രഗുപ്ത ഒന്ന് എന്ന് പറയുന്നത്, ചന്ദ്രഗുപ്ത ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയറ്റിന്റെ പേരാണ് കാളിദാസ. മൗര്യൻ എംപയറിന് ശേഷം പിന്നെ വന്ന ഒരു വംശമാണ് അല്ലെങ്കിൽ പിന്നെ വന്നൊരു സാമ്രാജ്യമാണ് ഗുപ്ത എംപയർ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ആള് ഗുപ്ത റൂളറിന്റെ ഫസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ആളാണ് ചന്ദ്രഗുപ്ത 1 എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഈ ഗുപ്ത ഇറ 320 CE തുടങ്ങിയത്. ഓക്കെ, ഇനി ആൾക്ക് ശേഷം പിന്നെ വന്നതാണ് സമുദ്രഗുപ്ത എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ആ ഉണ്ടായിരുന്ന സാമ്രാജ്യത്തെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആക്കാൻ നോക്കി, അതായത് വിസ്തൃതമാക്കാൻ നോക്കിയ ആളാണ് പറയുന്നത് സമുദ്രഗുപ്ത എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതിനുശേഷം പിന്നെ എന്താണ്? പ്രശസ്തി ഇൻസ്ക്രൈബ് ചെയ്തു. എവിടെയാണ്? അലഹബാദിലെ പില്ലറിലൊക്കെ. സമുദ്രഗുപ്തയ്ക്ക് ശേഷം ഗുപ്ത എംപയർ എൻലാർജ് ചെയ്ത് ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണ്. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ മാറ്റി. ഗുപ്ത എംപയറിന്റെ ക്യാപിറ്റൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ച് എവിടേക്കാ മാറ്റിയത്? പാടലിപുത്രയിൽ നിന്ന് ഉജ്ജയിനിലോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചു കേട്ടാ. പാടലിപുത്രയായിരുന്നു ആദ്യം, പേര് എവിടേക്ക് മാറ്റി എന്ന് പറയണത്? ഉജ്ജയിനിലോട്ട് മാറ്റി എന്നാണ് പറയുന്നത് കേട്ടാ. ഇനി നെക്സ്റ്റ് പറയുന്നത് നവരത്നാസ് ഫേമസ് ആയിട്ടുള്ള വേരിയസ്. ഈ കോട്ടിൽ ഒരുപാട് പേര് ഫേമസ് ആയിട്ടുള്ളത് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളായിരുന്നു കാളിദാസ എന്ന് പറയുന്നത്. അപ്പൊ ഗുപ്ത പീരീഡ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക, കാളിദാസയായിരുന്നു മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയറ്റിനെ ആലോചിക്കുക. അതിൽ ചന്ദ്രഗുപ്ത 1 ആണ് ഈ ഗുപ്ത എറ ആരംഭിച്ചത് അല്ലെ. അതിനുശേഷം ഈ ഒരു എംപയറിനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചത് ആരാണ്? സമുദ്രഗുപ്തയാണ്. അതിനുശേഷം ഇതിന്റെ എന്താ പറയാ, നമ്മുടെ ക്യാപിറ്റൽ മാറ്റി എവിടേക്കാ മാറ്റിയത്? പാടലിപുത്രയിൽ നിന്ന് ഉജ്ജയിനിലോട്ട് മാറ്റി. അത് ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണ്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. വലുതായിട്ട് നമുക്ക് തോന്നും ഈ ചാപ്റ്റർ, എന്നാൽ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ എക്സാമിന് ചോദിക്കാറുള്ളൂ. നന്നായിട്ട് പഠിക്കുക എല്ലാവരും. താങ്ക് യു.